ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുന്ദരി പിന്നെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വൈഗ പോയത് മൈദേഹി വിളിച്ച് പറയാണ് സുന്ദരിയോട്. വൈഗയും കുഞ്ഞും വീട്ടിലില്ല എന്നുള്ള കാര്യം അത് കേട്ടതോടുകൂടി സുന്ദരി വൈഗയെ തിരഞ്ഞുകൊണ്ട് പോവുകയാണ്. അങ്ങനെ വൈഗ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം സുന്ദരി മനസ്സിലാക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ ചർച്ചയിലാവും. വൈഗ എവിടെയാവും പോയിട്ടുണ്ടാവുക എന്നുള്ള ചർച്ചയിലാവും. പോലീസിൽ പരാതി കൊടുക്കുക എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴും അച്ഛമ്മൊക്കെ പറയുമ്പോഴും കൃഷ്ണനൊക്കെ പറയാണ് അത് വേണ്ട, കൊടുക്കണ്ട എന്നല്ല, പക്ഷേ സുന്ദരി വരട്ടെ എന്നതിൻ്റെ ശേഷം നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന സമയത്താവും സുന്ദരി വരുന്നുണ്ടാവുക. അങ്ങനെ സുന്ദരി പറയാണ്, ഞാൻ കണ്ടു, വൈഗയെ കണ്ടു, വൈഗ മാഡത്തിനെ ഞാൻ കണ്ടു, വൈഗ മാഡവും കുഞ്ഞു സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എവിടെയെന്ന് വൈദേഹി ചോദിക്കണം കേട്ടോ. അപ്പോൾ പറയാണ് ശ്രീ ഡോക്ടറുടെ വീട്ടിലുണ്ട്, അവിടെയുണ്ട് വൈഗ മാഡവും കുഞ്ഞും, നമുക്ക് എല്ലാവർക്കും കൂടി ചെന്നിട്ട് വൈഗ മാഡത്തിനെ കൂട്ടിക്കൊണ്ടുവരാം എന്നങ്ങ് പറയാണ്. എന്നിട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്ന് പറയൂട്ടോ. അപ്പോൾ അച്ചമ്മയൊക്കെ ചോദിക്കും, ഈ വീട്ടിലേക്കോ, അതിൻ്റെ ആവശ്യം എന്താ? അച്ചമ്മ അങ്ങനെ പറയരുത്. അച്ചമ്മ ഇപ്പോൾ സംസാരിക്കുന്നത് വൈഗ മേഡത്തിനോടുള്ള ദേഷ്യം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാർത്തികിൻ്റെ ഭാര്യയാണ് എന്നുള്ളത് മാത്രമാണ് അച്ചമ്മ കാണുന്നത്. പക്ഷേ അങ്ങനെയില്ല. എന്നെ എത്രത്തോളം അധികം വൈഗ മേഡവും വൈദേഹി മേഡവും സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഞാൻ ഈ നാട്ടിലേക്ക് വന്നിട്ട് എത്രത്തോളം അധികം ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു സെയിൽസ് ഗേൾ ആയിട്ട് പോലും ഞാൻ വർക്ക് ചെയ്തതല്ലേ. അതുകൊണ്ടൊക്കെ എന്നെ അവരുടെ കമ്പനിയിൽ പോയിട്ട് എന്നെ അവിടെ ജോലി തന്നതും പിന്നെ എന്നെ അവരുടെ സ്വന്തമായിട്ട് തന്നെയാണ് ഇതുവരെ കണ്ടത്. വൈഗ മാഡത്തിന് ഞാനൊരു നല്ല ഫ്രണ്ട് തന്നെയായിരുന്നു. അങ്ങനെയുള്ള ആ മാഡത്തിനെയും കുഞ്ഞിനെയും ഈ വീട്ടിലേക്കല്ലേ കൊണ്ടുവരേണ്ടത് എന്നങ്ങ് പറയട്ടോ. അങ്ങനെ പിന്നെ സുന്ദരിയുടെ ആ ഒരു കാര്യം പറച്ചിലൊക്കെ കേട്ടിട്ട് എല്ലാവരും പിന്നെ വൈഗയെ ഇവിടേക്ക് തന്നെ കൊണ്ടുവരാം എന്നുള്ള തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വൈഗയെ വിളിക്കാൻ വേണ്ടിയിട്ട്, വൈഗയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ വീട്ടിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാവും. അച്ചമ്മയും ശ്രീദേവിയും മാലിനിയും കൃഷ്ണനും വിനീതും വൈദേഹിയും ഒക്കെ ഉണ്ടാവും, സുന്ദരിയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് കുട്ടി അവിടെ കിടന്നിങ്ങനെ കളിക്കാവും കേട്ടോ. അപ്പോൾ വൈഗ റൂമിലായിരിക്കും. അങ്ങനെ കുട്ടിയെ ആ കരച്ചിലൊക്കെ കേട്ടിട്ട് വൈദേഹി കുട്ടിയെ അങ്ങ് എടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും വൈഗ അങ്ങ് വരികയാണ്, കുട്ടിക്കുള്ള പാലുമായിട്ട് അങ്ങ് വരികയാവും കേട്ടോ. അപ്പോൾ വൈഗ പെട്ടെന്ന് തന്നെ വൈദേഹിയെ കണ്ടപ്പോൾ അങ്ങ് ആകെ, നിങ്ങൾ എന്തിന് ഇവിടേക്ക് വന്നു? ഞാൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടില്ലേ ഞാൻ വന്നത്. എനിക്കൊരു സ്വസ്ഥതയോടു കൂടി സമാധാനത്തോടു ജീവിക്കാം എന്നെയും കുഞ്ഞിനെയും സമ്മതിക്കില്ല അല്ലേ. എൻ്റെ കുഞ്ഞിനെ ഇങ്ങ് തായോ എന്നും പറഞ്ഞിട്ട് വൈദേഹിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ അങ്ങ് വാങ്ങാൻ കേട്ടോ. അപ്പോൾ വൈദേഹിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. എന്ത് അവകാശമുണ്ട് നിനക്ക് ഇത് നിൻ്റെ കുഞ്ഞാണെന്ന് പറയാം? നീ ശരിക്കും ഒരു വാടക അമ്മയല്ലേ. ഇന്ന് ഈ ലോകത്ത് എത്ര പേര് ഇതേപോലെ വാടകയ്ക്ക് വേണ്ടി ഗർഭം ധരിച്ച് കുഞ്ഞിനെ കൊടുക്കുന്നു ഓരോരുത്തരെ. അതേപോലെ ഒരു വാടക അമ്മ മാത്രമാണ് നീ എന്നങ്ങ് പറയുമ്പോൾ വൈകി തന്നെ ആകെ അങ്ങ് അത്ഭുതപ്പെടുന്നുണ്ട്. എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ശരിക്കും നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും നീ ഇപ്പോൾ പ്രസവിച്ച് നിൻ്റെ കയ്യിലുള്ള ഈ കുഞ്ഞ് എല്ലാം തന്നെ ഈ സുന്ദരിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അത്രത്തോളം അധികം ഈ സുന്ദരി നിന്നെ നോക്കിയിട്ടുണ്ട്, നിനക്ക് വേണ്ടി കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ വൈഗയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ് കേട്ടോ. സുന്ദരിയുടെ ആ ഒരു കാരുണ്യങ്ങളും സുന്ദരിയുടെ വളർമ്മയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മതി, നിർത്ത് എന്നങ്ങ് പറയാണ്. അപ്പോൾ സുന്ദരി പറയാണ്, ഞാൻ മേഡത്തിനോട് എന്ത് തെറ്റാണ് ചെയ്തത്? മേഡം ഞങ്ങളെ കൂടെ വരണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് സുന്ദരിയും കുറച്ചങ്ങ് പറയാണ്. അങ്ങനെ വൈഗയുടെ മനസ്സ് മാറിയിട്ട് തന്നെ വൈഗ ഇവരുടെ കൂടെ പോവുകയാണ് കേട്ടോ, സുന്ദരിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് തന്നെ കുട്ടിയുടെ നൂലുകെട്ട് ചടങ്ങ് നടത്താമെന്നുള്ള ആ ഒരു തീരുമാനമൊക്കെ വരികയാണ് കേട്ടോ. അങ്ങനെ നൂലുകെട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള ചടങ്ങും കാര്യങ്ങളിനൊക്കെ വേണ്ടിയിട്ട് ആഘോഷമായിട്ട് തന്നെ അവരങ്ങനെ തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ സുന്ദരി കുട്ടിയെ കളിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ സുന്ദരി കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അമ്മയുടെ കുഞ്ഞല്ലേ, അമ്മയുടെ കുഞ്ഞിന് ഒന്നും വരാതെ അമ്മ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അത് കേട്ടും കൊണ്ടാവും കേട്ടോ വൈഗ വരുന്നത്. അപ്പോൾ വൈഗ അങ്ങനെ കേട്ടുകൊണ്ട് വരുമ്പോൾ സുന്ദരി അമ്മ എന്നുള്ള കാര്യം കുഞ്ഞിനോട് പറയുമ്പോൾ വൈഗയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്തർത്ഥത്തിലാണ് സുന്ദരി അമ്മ എന്ന് പറയുന്നത്? എൻ്റെ കുഞ്ഞല്ലേ, ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ അമ്മ എന്ന് പറയാൻ അവൾക്ക് എന്താ അവകാശം എന്നുള്ള ആ ഒരു ദേഷ്യം
ദേഷ്യം വരികയാണ്. എന്നിട്ട് കുഞ്ഞിനെ സുന്ദരിയുടെ കയ്യിൽ നിന്നങ്ങ് ആണ്ട് എടുക്കുകയാണ് കേട്ടോ, വാരി എടുക്കുകയാണ്. അപ്പോൾ സുന്ദരി അയ്യോ അമ്മേ മേഡം, ഞാൻ കുഞ്ഞ് കളിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ വൈഗ ഒന്നും മിണ്ടില്ല കേട്ടോ, ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് പോവുകയാണ്. എൻ്റെ കുഞ്ഞിനെ അങ്ങനെ അമ്മ എന്ന് പറഞ്ഞ് ഞാനല്ലേ അമ്മ എന്നുള്ള ഭാവത്തിൽ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ സുന്ദരിക്ക് മനസ്സിലാവുകയാണ് വൈഗയ്ക്ക് അമ്മ എന്ന് ഞാൻ പറഞ്ഞത് ഇഷ്ടമായിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അവിടെ ആഘോഷമായിട്ട് തന്നെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ആവട്ടോ. അങ്ങനെ പായസം വെക്കലും സദ്യ ഉണ്ടാക്കലും അങ്ങനെ എല്ലാം തന്നെ എല്ലാതും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വൈദേഹിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വൈഗ. എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ, അപ്പോൾ എവിടെ കുഞ്ഞ് എവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇനി എന്തായി ഇതാ എനിക്ക് പായസം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ പറയും നിങ്ങളെല്ലാവരും ഇരിക്കെ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി തരാം എന്നുള്ള ആ ഒരു കാര്യം വൈഗ പറയാൻ കേട്ടോ. അപ്പോൾ എന്ത് പറ്റുമോളെ, അങ്ങനെ മതി അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് വൈഗ നിർബന്ധിച്ചിട്ട് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കാനുള്ള ആ ഒരു പരിപാടിയൊക്കെ ചെയ്യാണ്. എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ചെയ്യാൻ ഭക്ഷണം വിളമ്പി കൊടുക്കാം എന്ന് വൈഗ പറയാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും അത് സമ്മതിക്കുകയാണ്. പക്ഷേ വൈഗയുടെ മനസ്സിൽ ഒരു പദ്ധതി ഉണ്ടാവും കേട്ടോ. വൈഗ സുന്ദരി പറഞ്ഞ ആ വാക്കുകൾ ശരിക്കും ഉൾക്കൊള്ളുകയാണ് കേട്ടോ. എന്നിട്ട് വൈഗ ഒരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാം എന്നുള്ള തീരുമാനമെടുക്കുകയാണ്. സുന്ദരി എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി ഞാൻ ഈ വീട്ടിൽ വേണ്ട എന്നുള്ള തീരുമാനമാവട്ടോ വൈഗയുടെ മനസ്സിലുണ്ടാവുക. അങ്ങനെ വൈഗ എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുത്ത ശേഷം അവസാനമായിട്ട് പായസം കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരെ കൊണ്ടും അങ്ങ് കുടിപ്പിക്കുകയാണ്. അപ്പോൾ വൈഗ മാത്രം കുടിക്കില്ല കേട്ടോ. അപ്പോൾ വൈദേഹി ചോദിക്കുന്നുണ്ട്, മോളെ നീ കുടിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുടിച്ചോളാം, ഞാൻ കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാം, നിങ്ങളെല്ലാവരും കുടിക്കുക എന്നങ്ങ് പറയണം. അങ്ങനെ എല്ലാവരും ആ വീട്ടിലുള്ള എല്ലാവരും അങ്ങ് കുടിക്കുകയാണ് കേട്ടോ. കൃഷ്ണനും വിനീതും മാലിനിയും ശ്രീദേവിയും അച്ചമ്മയും വൈദേഹിയും എല്ലാവരും അങ്ങനെ കുടിക്കുകയാണ്. അപ്പോൾ സുന്ദരിയൊക്കെ അങ്ങ് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വൈഗ. എന്നിട്ട് അവരെല്ലാവരും കുടിക്കുകയാണ്. അങ്ങനെ കുടിച്ച ശേഷം പിന്നീട് അതിലൊരു ഉറക്ക ഗുളിക ചേർത്തിട്ടുണ്ടാവും കേട്ടോ വൈഗ. ആരും അറിയാതെ തന്നെ എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് അതിൽ ഉറക്ക ഗുളിക പൊടിച്ച് ചേർത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു കത്തും എഴുതാൻ കേട്ടോ വൈഗ. ഞാൻ ഈ വീട്ടിൽ നിന്നും പോവുകയാണെന്നും ഇനി എന്നെ ആരും തന്നെ അന്വേഷിക്കേണ്ട, എനിക്കിനി എൻ്റെ മോളെ കാണാൻ വേണ്ടി ആഗ്രഹം തോന്നുന്ന ആ ഒരു നിമിഷം ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ വരും. അതുവരെ നിങ്ങൾ ആരും തന്നെ എന്നെ നോക്കണ്ട. എൻ്റെ കുഞ്ഞിനെ സുന്ദരി സ്വന്തം അമ്മയെപ്പോലെ ജീവനായിട്ട് നോക്കുമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ സുന്ദരിയെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കത്താവൂട്ടോ എഴുതി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ കത്ത് എഴുതി വെച്ച ശേഷം വൈഗ ആ വീട് വിട്ട് അങ്ങ് പോവുകയാണ്. പിന്നീട് എല്ലാവരും ഉറക്ക ഗുളിക കഴിച്ച ശേഷം നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ എല്ലാവരും പിറ്റേ ദിവസം ഉറങ്ങി എണീക്കുകയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ടാവും സുന്ദരിയാവും ആദ്യം ഉണരുക. അങ്ങനെ സുന്ദരി കുഞ്ഞിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ വൈദേഹി മേടമൊക്കെ നല്ല ഉറക്കമാകുമ്പോൾ വൈദേഹി മേടത്തിനൊക്കെ തട്ടി വിളിക്കാൻ കേട്ടോ. എന്നിട്ട് എവിടെ വൈഗ മേഡം എവിടെ എന്നങ്ങ് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടാവും, ബാത്റൂമിൽ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് പിന്നെ വൈഗയെ തിരയുന്ന സമയത്ത് വൈഗ ആ വീട്ടിലില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അങ്ങനെയാവും വൈദേഹി മേഡത്തിൻ്റെ ഫോണിൻ്റെ തൊട്ടടുത്തായിട്ട് വൈഗ അങ്ങനെ പേപ്പറിൽ എഴുതി വെച്ചത് കാണുകയാണ്. അങ്ങനെ വൈദേഹി ആ ഒരു എഴുത്ത് അങ്ങ് വായിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വൈഗ പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ വൈദേഹി അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി എത്രയും പെട്ടെന്ന് വൈഗ മേഡം എവിടെയാണെന്ന് വെച്ച് കണ്ടുപിടിക്കണം എന്ന് പോകാൻ നിൽക്കുമ്പോൾ വിനീതും കൃഷ്ണനൊക്കെ പോകാൻ നിൽക്കുമ്പോൾ വൈദേഹി മേഡം പറയാണ്, വേണ്ട, എൻ്റെ കുഞ്ഞിനെ ഇനി അന്വേഷിക്കേണ്ട, അവൾ വരും, അവൾക്ക് അവളുടെ കുഞ്ഞിനെ കാണണം എന്ന് തോന്നുന്ന ആ സമയത്ത് അവൾ വരും. അതുവരെ അവൾ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് തന്നെ ജീവിച്ചോട്ടെ, എൻ്റെ മോൾ എന്തായാലും ആത്മഹത്യ ചെയ്യില്ല, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നുള്ള കാര്യമൊക്കെ പിന്നീട് അവരോട് പറയാണ്. പിന്നീട് സുന്ദരിയാണ് കേട്ടോ വൈഗയുടെ കുഞ്ഞിനെ സ്വന്തം അമ്മയായിട്ട് തന്നെ അത്രയ്ക്കധികം സ്നേഹവും ലാളനയും കൊടുത്ത് ആ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ സുന്ദരി ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുകയാണ്. അങ്ങനെ വൈഗ എഴുതിയ ആ കത്തിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഉറക്ക ഗുളിക പൊടിച്ചു ചേർത്ത പായസമാണ് തന്നത്, അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഉറങ്ങിപ്പോയത്. എന്നെ ഈ വീട്ടിൽ നിന്നും പോവാൻ വേണ്ടി നിങ്ങൾ ആരും തന്നെ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം, എൻ്റെ മോളെ ഞാൻ സുന്ദരിയെയാണ് ഏൽപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കത്താവും കേട്ടോ അതിൽ എഴുതിയിട്ടുണ്ടാവുക.